കിട്ടിയതോ ചേച്ചി തരുന്നു. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് വളരെ രുചികരമായി ഒരു ലഡു എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി ആവശ്യമുള്ള സാധനങ്ങൾ: 1/2 കപ്പ് കടലമാവ്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. കുറച്ച് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഇല്ലേ കട്ട കെട്ടുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വേണമെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി. ഒത്തിരി അങ്ങ് ലൂസ് ആവുകയും വേണ്ട, ഒരു മീഡിയം പരുവം. ഒത്തിരി കട്ടിയായാലും എണ്ണ ധാരാളം കുടിക്കും, അല്ലെ വറുത്തെടുക്കാൻ പാടില്ല. ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ വിട്ട് വീഴുന്ന പരുവത്തിലാണ് നമുക്ക് വേണ്ടുന്നത്. കൂടുതൽ ഒരു ലൂസ് ആവാതെയും ഒരുപാട് കട്ടിയാകാതെയും രീതിയിൽ ഇങ്ങനെ കിട്ടണം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ സ്പൂണിനകത്തൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് ഒഴിക്കലും കുറച്ച് ഒഴിച്ചു കൊടുക്കണം, ഇല്ലേ കട്ട കെട്ട്. ഒരുപാട് ചൂട് വിട്ട് കൊടുക്കരുത്, കരിഞ്ഞു പോകും പെട്ടെന്ന്. ഒരു മീഡിയം ഇത് ഒത്തിരി അങ്ങ് ഫ്രൈ ആവാതെ ചെറുതായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ടായാൽ മതി, ഒത്തിരി അങ്ങ് ഫ്രൈ ആവണ്ട. പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടും. നമുക്കിങ്ങനെ ഒരു കോരി മാറ്റാം. ബാക്കിയുള്ള ബാറ്റർ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് പഞ്ചസാര പാനിയാക്കാൻ വെക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് പാനിയാക്കാം. ഇതിലേക്ക് ഞാൻ ഇച്ചിരി ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. കളറ് വേണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നോർമൽ കളർ മതിയെങ്കിൽ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ഒരു തുള്ളി കളർ ആഡ് ചെയ്തിട്ടുണ്ട്. റെഡ് കളറാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇപ്പം പാനി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ബൂന്തിയെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു നനവില്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഒട്ടും നനവ് കാണില്ല, തുടച്ച് നല്ല വൃത്തിയാക്കി എടുത്ത മിക്സിയിലെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മൂന്ന് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അതായാലും മതി. എൻ്റെ പൊടിച്ചതില്ല, അതുകൊണ്ട് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കും. ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്ക ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊരു 1/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നല്ല ടൈറ്റായിട്ട് വരും. അപ്പോഴത്തേക്ക് ഇത് നമുക്ക് ഉരുട്ടി ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലഡുവിൻ്റെ നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് മൂപ്പിച്ച മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് ലഡുവിൻ്റെ പാകത്തിൽ ഉരുട്ടിയെടുക്കാം.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഡു നമ്മളിവിടെ ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള റെസിപ്പികളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. കഴിക്കും, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. റെഡിയായി, കഴിച്ചു നോക്ക്. കഴിച്ചു നോക്ക്. കിട്ടിയതോ ചേച്ചി തരുന്നു.